ശ്രീ പി ഉബൈദുള്ള, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കടകംപള്ളി പറഞ്ഞത്, മുമ്പ് ഞങ്ങളെ പോലീസിലെ സെൽ ഭരണം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ ആ ആക്ഷേപം കേൾക്കുന്നില്ല സർ. അത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള നയവ്യതിയാനാണ് സർ. ഇപ്പോൾ സെൽ ഭരണത്തിൽ നിന്ന് ഗുണ്ടാ ഭരണത്തിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുകയാണ് സർ. ഇത് ഞാൻ പറയുന്നതല്ല. പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് 9/2/2023 നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ 2037 ശ്രീമതി KK രമയുടെ ചോദ്യം. 2016 സർക്കാർ അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനത്ത് ഗുണ്ടാബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം എത്ര? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി, പോലീസ് ഉദ്യോഗസ്ഥരിൽ നിലവിൽ ഗുണ്ടാബന്ധമുണ്ടെന്ന് വ്യക്തമായ 8 പേരാണുള്ളത്. അത് 9/2/2023 ഒരു കൊല്ലത്തിന് ശേഷം ഇതിൽ എത്ര വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കണം സർ. നല്ല മെച്ചപ്പെട്ട് കാണും എന്നാണ് പ്രോഗ്രസീവ് റിപ്പോർട്ടിൽ നമ്മൾ കാണേണ്ടതാണ്. ഈ കാലയളവിൽ പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് ആകെ എത്ര പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്? ഇവിടെ പറഞ്ഞത് പോലീസുകാരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ നടപടിയെടുത്തുള്ള. ഇവിടെ പറയുന്ന പരിശോധനയിൽ പോലീസുകാരുടെ ഗുണ്ടാബന്ധം വ്യക്തമാക്കുന്ന ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രസ്തുത പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 8 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുള്ള വകുപ്പ് തല അച്ചടക്ക നടപടി എന്താണ് എന്ന് ഇവിടെ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂരിനടക്കം അറിയാം. അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ സർ, ഈ പോലീസ് ഇത്തരം ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പോലീസുകാരുമാർക്ക് ചങ്ങാത്തം ഇപ്പോൾ ഗുണ്ടകളുമായിട്ട് സർ. കേരള പോലീസിന് വലിയൊരു അംഗീകാരം ബഹുമതിക്കുള്ള കാലുണ്ടായിരുന്നു സർ. ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് അഭിമാനമായിരുന്നു കേരള പോലീസ്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്നതുണ്ടോ? നിഷ്പക്ഷമായും സ്വതന്ത്രമായും പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യമില്ല. ഇവിടെ ക്രമസമാധാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു സർ. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ LDF ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തതിന് എണ്ണം കൂടി വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ഹവിൽദാർ നേരത്തെ പരീക്ഷ എഴുതി SI പ്രൊമോഷൻ കിട്ടിയാണ്. ഇപ്പോൾ അദ്ദേഹം SI പോസ്റ്റ് വേണ്ടാച്ച് വീണ്ടും പഴയ ഹവിൽദാർ പോസ്റ്റിലേക്ക് പോവുക സർ. അതാണ് പോലീസിലെ സ്ഥിതി. മാന്യന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിട്ട് നമ്മളെ പോലീസ് സേന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുണ്ടാ നേതാക്കന്മാരുടെ വീട്ടിലൊരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്ന ആര് സർ? ഇവിടെ പോലീസ് ഗുണ്ടകളെ പിടികൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ ആഗ് എന്ന ഒരു പരിശോധന സംവിധാനത്തിന് രൂപം നൽകിയത്. ആ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായി ഒരു പരിശോധനയ്ക്ക് ഗുണ്ടാ തലവൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പോയത് സാധാ പോലീസുകാരാണ്. അവിടെ എത്തിയപ്പോൾ DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഗുണ്ടാ തലവനോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കുന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അങ്കമാലിയിൽ നടന്നത് ഇപ്പോൾ അടുത്താണെങ്കിൽ പോലും നേരത്തെ തിരുവനന്തപുരത്തും സമാനമായി ഈ ഗുണ്ടാ തലവന്മാരോടൊപ്പം പോലീസ് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇവിടെ അങ്ങാടിപ്പാട്ടാണ് സർ. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോൾ ചെല്ലുന്ന ആർക്കെങ്കിലും പരാതി കൊടുത്താൽ എന്തിൽ പരിഹാരമുണ്ടോ സർ? പട്ടപ്പകൽ കൊള്ള നടക്കുകയാണ്. ഇവിടെ എൻ്റെ സ്നേഹിതൻ മഞ്ചേശ്വരം MLA അഷ്റഫ് ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉപ്പളയിൽ ബാങ്കിൻ്റെ ATM-ൽ പട്ടപ്പകലാണ് 50 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വെറുതെ പറയേ, വെറുതെ പറയുകയാണെങ്കിൽ വെറുതെ നിയമസഭയിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ വളാഞ്ചേരിയിൽ സർ, വളാഞ്ചേരിയിൽ പോലീസ് എന്താ ഇതറിയും, ഈ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 22 ലക്ഷം രൂപ CI SI ഞാൻ തട്ടിയെടുത്തത് സർ. ഈ പോലീസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇങ്ങനെ ഇതുപോലെ പോലീസിനെതിരെ എന്ത് ആരോപണം ഉയർന്നാലും ഇപ്പോൾ നടപടിയെടുക്കാൻ കാരണമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലീസിൻ്റെ ആത്മവീര്യം നഷ്ടപ്പെടുന്ന. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കോടതി മുമ്പ് UDF കാലത്ത് പോലീസിന് വിമർശക്കാരൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈയിടെ
ഹൈക്കോടതി നടത്തിയ പരാമർശം സർ. എന്ത് തോന്നിയാസം കാണിച്ചാലും ആത്മവീര്യം തകർക്കാൻ കൂടെ നിർത്തണമെന്നാണോ പറയുന്നത്? ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത് എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം LDF പോലീസ് നയത്തിനേറ്റ കനത്ത പ്രഹരാണ് സർ. സർ, വേലി തന്നെ വിളതുന്നു എന്ന പ്രയോഗം മുമ്പ് ആരോ ഉണ്ടാക്കിയത് LDFന്റെ പോലീസിനെ കണ്ടിട്ടാണോ എന്നാണ് സർ ഇപ്പോൾ സംശയം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നാണ് സർ പ്രഥമവും പ്രാധാന്യവുമായിട്ടുള്ള പോലീസ് സേനയുടെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഈ ഗവൺമെന്റ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു സർ. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയും ജനകീയ പ്രശ്നങ്ങൾ ഒളിച്ചോടുകയും ചെയ്ത ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം LDFനുണ്ടായത്. എന്തൊക്കെ സർ പറഞ്ഞത്? ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഓ, എന്ത് ജാതി മുദ്രാവാക്യാണ്! എവിടെ സർ ഇടതുള്ളത്? ഇവിടെ ഇരിക്കുന്ന 18 മന്ത്രിമാർ, ആ 18 മന്ത്രിമാരുടെ മണ്ഡലത്തിലും ഇടതില്ല. അവർ പിറകു പോയില്ലേ? ആകെ ഇപ്പോ 4 സീറ്റാണുള്ളത്. നേരത്തെ ഇവിടെ ശ്രീ കോയനാടൻ പറഞ്ഞല്ലോ, ആ 4 സീറ്റിൽ ആകെ യഥാർത്ഥ ഇടത് എന്ന് പറയുന്നത് ഒന്നാണ്. അത് നമ്മുടെ ആലത്തൂരിലെ കനൽത്തരി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ. പിന്നെ 2 സീറ്റ് കിട്ടിയത് എവിടെ അറിയോ? തമിഴ്നാട്ടിലാണ്. 2 സീറ്റ് തമിഴ്നാട്ടിൽ എങ്ങനെ കിട്ടിയത്? തമിഴ്നാട്ടിൽ CPM സ്ഥാനാർത്ഥിയുടെ വാൾ പോസ്റ്ററിന് മുകളിൽ ഞങ്ങൾ കണ്ട ഫോട്ടോ, ഒന്ന് അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ഫോട്ടോ, രണ്ടാമത്തെ ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ, മൂന്നാമത്തെ ഫോട്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിന്റെ ഫോട്ടോ. ഞങ്ങളുടെ നേതാക്കന്മാരെ ഫോട്ടോ വെച്ചാണ് അരിവാൾ ചുറ്റേക്ക് വോട്ട് പിടിച്ച് 2 MP തമിഴ്നാട്ടിൽ നിന്ന് പോയത്. ഒരു MP രാജ്യസഭയിൽ പോയത്, രാജസ്ഥാനിൽ പോയ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. രാജസ്ഥാനിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ജയിച്ചു പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആകെ ഒന്നേ ഉള്ളൂ. ഏതാ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ AK ഇരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ 4ലേക്ക് ചുരുങ്ങിയെന്ന കാര്യം ഓർക്കണം. പിന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഞങ്ങൾ മതിമറന്ന് അങ്ങനെ ആഹ്ലാദിക്കുന്നില്ല, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ. അത് ഞങ്ങൾ നില പാരമ്പര്യമല്ല, ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ്. ഞങ്ങൾ റിക്കാർഡിൽ ഭൂരിപക്ഷ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇതൊക്കെ അറിയില്ലേ? മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഉണ്ടായ ശേഷം, അതിനു മുമ്പ് മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിന് ശേഷം ആയിരുന്ന സമയത്തൊന്നും ലഭിക്കാത്ത ഭൂരിപക്ഷം, 3 ലക്ഷത്തിൽ പരം വോട്ട് ഭൂരിപക്ഷത്തിനാണ് മലപ്പുറത്ത് നിന്ന് ET മുഹമ്മദ് ബഷീർ തെരഞ്ഞെടുക്കപ്പെട്ടത്. പൊന്നാനിയിൽ നിന്ന് 2.5 ലക്ഷത്തിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി തെരഞ്ഞെടുക്കപ്പെട്ടത്. സർ, തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിച്ചത് രാമനാഥപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ശ്രീരാമന്റെ പേര് അറിയപ്പെടുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മത്സരിച്ചത്. അവിടെ നരേന്ദ്രമോദി വന്ന് പ്രചരണം നടത്തിയിട്ടും 1,66,000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് രാമനാഥപുരത്തിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നവാസ് ഖനി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ വടകരയിലെ കാര്യമൊക്കെ പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞു സർ. ഒരു കാര്യം പറയട്ടെ, വടകരയിൽ ആരാണ് സർ വർഗീയ പ്രചരണം നടത്തിയത്? നിങ്ങൾ ഒറ്റ കാര്യം പറയണം. ഇവിടെ 1.5 മിനിറ്റ് സമയം വേറെ കൊടുത്തിട്ടുണ്ട്. വടകരയിൽ വർഗീയ പ്രചരണം നടത്തിയ ആരാ? ഇവിടെ ബഹുമാന്യായ നമ്മുടെ രമേശ് ഇരിക്കുന്നു. രമയിരിക്കുന്നു. ആ രമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവരുടെയും കണ്ണ് നിറയുന്നതായി സർ. ഇലക്ഷന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കാര്യം പറയട്ടെ സർ, അവിടെ കാഫിർ പ്രയോഗം നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ്? അത് കണ്ടെത്താൻ തയ്യാറാവണം സർ. സഖാവ് ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പോയപ്പോ വാഹനത്തിന് മുകളിൽ മാഷ എന്ന സ്റ്റിക്കർ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ